കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ നിയുക്ത കൗൺസിലർമാർക്ക് കോൺഗ്രസ് സ്വീകരണം നൽകി. 17 കൗൺസിലർമാരാണ് കോൺഗ്രസിലുള്ളത്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ നിയുക്ത കൗൺസിലർമാർക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായാണ് സ്വീകരണം നൽകിയത്. KPCC അംഗം AG ജോർജ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള പ്രവർത്തനം നിങ്ങൾ വിജയിപ്പിക്കാൻ നടത്തുന്ന പ്രവർത്തനം അവരെ എന്നും നിങ്ങളുടെ കയ്യിലെടുക്കണം. അവരെ ആവശ്യങ്ങൾ സഹായിച്ചു കൊടുക്കണം. അവരുടെ ഉപദേശങ്ങൾ കേൾക്കണം. ആ ഒരു രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളിപ്പോൾ വിജയിച്ച് വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത്. ആ സ്ഥാനം നിങ്ങൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഒന്നിനും മുഖം തിരിച്ച് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷമെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ആ ഒരു രീതിയിലേക്ക് നോക്കേണ്ട കാര്യങ്ങളില്ല. കാരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അവരൊരു ജാതി മത വ്യത്യാസമില്ലാത്ത രീതിയിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അത് വ്യക്തികളുടെ പെരുമാറ്റത്തെക്കുറിച്ച് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾ എല്ലാവരും ഒരുപോലെ കണ്ട് എല്ലാവരുടെ ആവശ്യങ്ങൾ ഒരുപോലെ കണക്കാക്കി ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നിങ്ങൾക്ക് കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം വർഷങ്ങളായിട്ട് യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. UDF സ്വതന്ത്രനായി വിജയിച്ച സലീം ചെറിയാൻ ഉൾപ്പെടെ 17 കൗൺസിലർമാരാണ് കോൺഗ്രസിനുള്ളത്. വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ കേക്ക് മുറിച്ച് പങ്കുവച്ചു. വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് PR അജി അധ്യക്ഷത വഹിച്ചു. KP ബാബു, PP ഉതുപ്പാൻ, എബി എബ്രഹാം, അഡ്വക്കേറ്റ് അബു മൊയ്തീൻ, VV കുര്യൻ, നജീബ് റഹ്മാൻ, ശശി കുഞ്ഞുമോൻ, സണ്ണി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം.